വായിക്കാം വായിക്കാം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായത്തെ സംഗാത് സജ്ജായത്തെ കാമഃ കാമാത് ക്രോധാഭിഭജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി ഉണ്ടാകുന്നു. പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്നും ക്രോധം ഉത്ഭവിക്കുന്നു. ക്രോധം മൂലം ബുദ്ധിഭ്രംശം ഉണ്ടാകുന്നു. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേടുണ്ടാകുന്നു. ഓർമ്മക്കേട് കാരണം വിവേകശക്തി നശിക്കുന്നു. വിവേകനാശം കാരണം ജീവിതം നാശമടയുന്നു. മനഃശാസ്ത്ര വിചക്ഷണന്മാരായ ഹൈന്ദവ ആചാര്യന്മാരുടെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ അധപതനം എപ്രകാരമെന്ന്, സ്വമഹിമയിൽ നിന്ന് മനുഷ്യൻ വഴുതി വീണ് നാശമടയുന്നത് എങ്ങനെയെന്ന് ഈ രണ്ട് ശ്ലോകങ്ങളിൽ വിവരിക്കുന്നു. ആത്മനിയന്ത്രണത്തിന്റെ കാര്യത്തിൽ സാധകൻ സദാ ജാഗരൂകനായിരിക്കണമെന്ന ഒരു മുന്നറിയിപ്പാണിത്. ചിരകാലം പ്രയത്നിച്ചിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ നിരാശരായിത്തീർന്ന സാധകന്മാരുടെ ജീവചരിത്രം ഈ വരികളിൽ കാണാം. വേദാന്ത മാർഗത്തിൽ ചരിക്കുന്ന ഒരു യഥാർത്ഥ സാധകന് അധപ്പതനം സംഭവിക്കില്ല. എന്നാൽ പലരും അധപ്പതിച്ചതായി നമുക്കറിയാം. അതിന് കാരണം ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലായ്മയാണ്. വിഷയങ്ങളുടെ മോഹന വലയങ്ങളിൽ കുടുങ്ങിപ്പോയാൽ അധപ്പതനത്തിന്റെ അടിത്തട്ടിൽ എത്തിയേ നിൽക്കൂ. ഒരു പാളിച്ച മതി ജീവിതം നശിക്കാൻ. നാശഗർത്തത്തിലേക്കുള്ള കോണിപ്പടികൾ ഇവിടെ വരച്ചു കാണിക്കുന്നു. പതിതരായ നമുക്ക് പതന കാരണം ഗ്രഹിക്കാനും ആത്മമഹിമയിൽ തിരിച്ചെത്താനും ഇതുപകരിക്കും. തെറ്റായ സങ്കല്പമാണ് അനർത്ഥത്തിന്റെ തുടക്കം. ചിന്തയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മെ അനുഗ്രഹിക്കാനോ നിഗ്രഹിക്കാനോ അതിന് കഴിയും. ശരിയായ ചിന്ത ആത്മശ്രേയസ്സിന്, തെറ്റായ ചിന്ത ആത്മനാശത്തിനും വഴിയൊരുക്കുന്നു. ഒരു വസ്തുവിനെ തന്നെ എപ്പോഴും ചിന്തിച്ചിരുന്നാൽ അതിൽ അഭിരുചി ജനിക്കുകയായി. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായത്തെ. അഭിരുചി വർദ്ധിക്കുമ്പോൾ അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ടാവും. സംഗാത് സംജായത്തെ കാമഃ. ആഗ്രഹ നിവൃത്തിക്ക് വിഘ്നം നേരിടുമ്പോൾ ക്രോധവും. കാമാത് ക്രോധാഭിജായത്തെ. ക്രോധത്തിന് അടിമപ്പെട്ട ബുദ്ധിയെ വ്യാമോഹം ബാധിക്കുന്നു. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് വേർതിരിച്ചറിയാൻ കഴിയാതാവുന്നു. ക്രോധാൽ ഭവതി സമ്മോഹ. ക്രുദ്ധൻ ഗുരുജനങ്ങളോട് പോലും ശണ്ഠ കൂടുന്നത് കാണാം. കാരണം അയാൾ തന്റെ സംസ്കാരവും മറ്റുള്ളവരോട് തനിക്കുള്ള ബന്ധവും എല്ലാം മറന്നുപോകുന്നു. സ്മൃതി വിഭ്രമ. സ്വബോധമില്ലാത്തവന് വിവേകം നഷ്ടപ്പെടും. ബുദ്ധിനാശ. അപ്പോൾ അയാൾ മൃഗത്തിന്റെ നിലവാരത്തിലേക്ക് താണുപോകും. മനുഷ്യത്വഹീനമായി പെരുമാറാൻ തുടങ്ങും. ഉത്കൃഷ്ട മൂല്യങ്ങളെക്കുറിച്ച് ചിന്ത തന്നെ ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്ത് നെറികേടും കാണിക്കും. ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെയും ആത്മശ്രേയസ്സിന് ശ്രമിക്കാതെയും ഇന്ദ്രിയ രാമനായി കഴിയുന്ന മനുഷ്യന്റെ പരിതാപകരമായ ഈ അവസ്ഥയെയാണ് നാശം അഥവാ അധപ്പതനം എന്ന് പറയുന്നത്. സർവ അനർത്ഥങ്ങൾക്കും ഹേതു വിഷയചിന്തയാണെന്ന് വ്യക്തമാക്കി ഇനി മോക്ഷോപായം നിർദ്ദേശിക്കുന്നു. നമ്മൾ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇന്ദ്രിയ സംയമനമാണ് നമ്മൾ ബേസിക്കായിട്ട് പരിശീലിക്കേണ്ടത്. ഇന്ദ്രിയ സംയമനത്തിൽ കൂടെ നമ്മുടെ മനസ്സിനെയും സംയമനം, ആത്മസംയമനം. അതാ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കർമ്മം ചെയ്യുന്നത്, നമ്മളിപ്പോഴെല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ കർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ജീവാത്മാ, ഇപ്പം നമ്മളെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരണം, ഈ ഞാനെന്ന് പറയുന്നത് ഈ ജീവാത്മാവിനെയാണ്. ഞാനൊരു ജീവാത്മാവാണെന്ന് നമുക്കെല്ലാം ഈ ഗീത പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജീവാത്മാവാണെന്നുള്ളൊരു ആ ഒരു ഉറപ്പ് നമ്മളിലുണ്ടാവണം. എൻ്റെ ബുദ്ധി, അത് നമ്മളൊക്കെ ഒരു നോർമലായിട്ട് എൻ്റെ ശരീരം, പക്ഷെ ഞാനൊരു ഈ ജീവാത്മാവായ എൻ്റെ രണ്ട് ഉപകരണങ്ങളാണ് ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരമായ എൻ്റെ മനസ്സും, അല്ലെങ്കിൽ അന്ധകരണം. ഞാനൊരു ജീവാത്മാവാണ്. ഈ ജീവാത്മാവെന്ന് പറഞ്ഞാൽ എന്താ? വാസനയിൽ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം റിഫ്ലക്റ്റ് ആകുമ്പോഴാണ്. വാസന എന്ന് വെച്ചാൽ എന്തുവാ? കർമ്മഫലം. കർമ്മഫലം എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ അനുഭവിക്കാൻ പ്രാരബ്ധം, അതാണ് എൻ്റെ കർമ്മഫലം. ഇപ്പം ഈ ജന്മത്തിൽ ജനിക്കുന്നതിന് മുമ്പ് സഞ്ചിത കർമ്മമായിരുന്നു. ജനിച്ചപ്പോഴെന്തായി? ആ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി. ഈ മനുഷ്യന്മ അനുഭവിക്കേണ്ട നല്ലതും ചീത്തയുമായുള്ള അനുഭവങ്ങൾ വരും.
നമ്മൾ പക്ഷെ ചീത്ത അനുഭവങ്ങളെ നമ്മൾ കാംക്ഷിക്കുന്നില്ല. നമുക്ക് നല്ല അനുഭവങ്ങളെ വരാവൂ. എത്ര ബുദ്ധിമോശം അതിലേ. നമ്മൾ ജനിച്ചു തന്നെ നല്ലതും ചീത്തയുള്ള അനുഭവങ്ങൾ അനുഭവിക്കാനാ. പക്ഷേ നമ്മൾക്ക് ചീത്തയോട് നമുക്ക് ചീത്ത അനുഭവങ്ങൾ എനിക്ക് വരരുത്, നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. നമ്മൾ വേണ്ട, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കും അത്. അപ്പോൾ അതാ പറഞ്ഞു, ഈ നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെ ഈ ജീവാത്മാവ് അനുഭവിക്കണം. ജീവാത്മാവായ ഞാൻ എന്ന് വെച്ചാൽ എങ്ങനെ ഈ ജീവാത്മാവ് എന്ന് വെച്ചാൽ എൻ്റെ വാസനയിലെ ഈ പരമാത്മ ചൈതന്യം പ്രതിഫലിച്ചപ്പോഴാണ് ഈ ജീവാത്മാവ് പ്രകടമാവുന്നത്. ഈ പ്രകടമായി എന്തിനു വേണ്ടിയാണ് പ്രകടമാകുന്നത്? അനുഭവങ്ങളെ അനുഭവിക്കാൻ, നല്ലതും ചീത്തയുള്ള അനുഭവങ്ങളെ അനുഭവിക്കണം. എങ്ങനെ അനുഭവിക്കും ഈ ജീവാത്മാവ്? അതിന് ചുമ്മാതെ ജീവാത്മാവിന് ചുമ്മാതെ അനുഭവിക്കാൻ പറ്റത്തില്ല. അതിന് രണ്ട് ഉപകരണങ്ങൾ വേണം. അതിന് ഉള്ളിലുള്ള കാണാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് സൂക്ഷ്മ ശരീരം. നമ്മുടെ മനസ്സിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒക്കത്തില്ല ആർക്കും. പക്ഷേ മനസ്സ് നമ്മൾ ഒരു സാധനം ഇല്ലേ? തീർച്ചയായിട്ടും എല്ലാവരുടെയും അനുഭവമാണ്. സൂക്ഷ്മ ശരീരത്തിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ശാസ്ത്രത്തിൽ പറയുമ്പോഴാണ് സൂക്ഷ്മ ശരീരം എന്ന് അറിയുന്നത്. നമ്മൾ മനസ്സെന്ന് അങ്ങ് പറയുന്നു. നമുക്ക് ഈ എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, ഇത് മാത്രമേ, ഇതിന് പുറകിലോട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഈ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ, ഞാൻ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്തുവാണെന്നും നമ്മൾ അറിയുന്നത് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ്. അല്ലാതെ ഭൗതികമായ എന്ത് വിവരങ്ങൾ എത്ര ഡിഗ്രി കൂട്ടിയാലും, എത്ര ഭൗതികമായിട്ടുള്ള ഏത് ഇതിൽ കൂടെയും നമ്മുടെ കോമൺ സെൻസിൽ കൂടെ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. ഒന്നിലും ഒരു ഗുരുവിൽ കൂടി, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ കൂടി. പക്ഷെ ഇതിൽ കൂടെ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജന്മം ആ രീതിയിൽ എവോൾവ് ആയിരിക്കണം. ഒരു പരിണാമത്തിലൂടെ വന്ന ജന്മമാണെങ്കിൽ എനിക്കിത് ആൾറെഡി ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇതെല്ലാം നേടിയിട്ടാണ് ഞാൻ ശരീരം വിട്ടതെങ്കിൽ എനിക്ക് പുതിയതായിട്ട് ഈ അറിവ് എനിക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാവും. ജനിച്ച് കുറച്ചൊരു ഇതാകുമ്പോഴേ, അങ്ങനെയല്ലോ എത്രയോ കുട്ടികളിലൊക്കെ ഈ ആത്മീയമായിട്ടുള്ള വികാരങ്ങൾ, ഈ ചിന്തകളും ഈ സ്വഭാവ രീതിയെല്ലാം നമ്മൾ എത്രയോ കൊച്ചുകുട്ടികൾ കാണുന്നു. അതെല്ലാം അതാ കഴിഞ്ഞ ജന്മം വിടുമ്പോൾ തന്നെ അവർ ഇതെല്ലാം അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിന് മുമ്പ് ജീവൻ വെടിഞ്ഞവരാ. അവരിപ്പം ജനിക്കുമ്പോൾ അവർക്ക് ഇതൊന്നും പുതിയതായിട്ട് വരുന്നത്, ഇത് അവരുടെ ഇതിൽ ആൾറെഡി ഉണ്ടാവും. ഇതെല്ലാം ഒരു ഒരു പ്രായമാകുമ്പോൾ ഇതെല്ലാം പ്രകടമാവും. ഇത് അതാണ് കുട്ടിക്കാലത്തെ ചില കുട്ടികൾ ഈ ആത്മീയമായിട്ടുള്ള രീതിയിലോട്ട് വളരെ ഉയർന്ന ഒരു അമൃത ടി വിയിൽ പണ്ട് നിങ്ങൾ കാണുന്ന ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു 5 വയസ്സുള്ള ഒരു പയ്യൻ, അമൃത വള്ളിക്കാവില് അമ്മയുടെ കൂടെ അവിടെയാണ് വളർന്നതൊക്കെ. ആ പയ്യൻ, ആ ഉണ്ണിക്കുട്ടൻ പറയുന്നത് കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അമൃത ടി വി കൂടെ ശ്രേഷ്ഠ ഭാരം എന്നുള്ള ഇതിൽ ഈ ഉണ്ണിക്കുട്ടൻ്റെ അത് യൂട്യൂബിലെ കിടപ്പുണ്ട്. ആരെങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലും ആ പറയുന്ന രീതി, ഉൾക്കൊണ്ട് പറയുന്ന രീതിയൊക്കെ അതൊരു കഴിഞ്ഞ ജന്മത്തിന്റെ തന്നെ റിഫ്ലക്ഷനാണ്. അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇപ്പം നമ്മളൊക്കെ ആ ഉണ്ണിക്കുട്ടനെ കാട്ടി എത്രയോ ജന്മങ്ങൾ പിന്നിൽ നിൽക്കുന്നു. കാരണം നമുക്ക് ഇതൊന്നും അറിവില്ല. നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞ്, ആ ഉണ്ണിക്കുട്ടൻ്റെ കഴിഞ്ഞ ജന്മം ഇതെല്ലാം അറിഞ്ഞ് ശരീരം വെടിഞ്ഞവന്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴേ കൊച്ചിലേ തുടങ്ങിയത്. നമ്മൾ ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഇത് അറിഞ്ഞു തുടങ്ങുന്നത്. നമ്മളിന്നും ബാല്യകാലത്തിൽ ഇതെല്ലാം ബ്രഹ്മചര്യത്തിൽ 4 ആശ്രമമാണല്ലോ: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യത്തിലെല്ലാം ഈ അറിവാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ആരും ഈ അറിവൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ അച്ഛനമ്മമാരും നമുക്കതിനെ പറഞ്ഞു തന്നില്ല. കാരണം എന്താ? അവർക്കും അറിയത്തില്ല. അവർ നമ്മളൊരു അമ്പല സംസ്കാരം, ദൈവം അമ്പലത്തിലിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, അത് നമ്മളെ ആ അമ്പലം, ആ ദൈവം നമ്മളെ രക്ഷിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ പൂർവ്വീകരിൽ നിന്നും. അപ്പം ഇത് കൃഷ്ണനാഥൻ പറയുന്നുണ്ട്, ആൾറെഡി ഇതെല്ലാം വഴിതെറ്റിപ്പോയി. അന്നേരം ഇനി അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോഴും അറിഞ്ഞ സ്ഥിതിക്കെങ്കിലും ഈ അറിവിനെ പ്രാക്ടീസ് ചെയ്ത് ഇതിനെ ഈ ഈശ്വരനോട്ട് ഉയരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം നമ്മൾ പ്രാരബ്ധത്തിലോട്ട് വന്നിരിക്കുക. നമ്മൾ സഞ്ചിത കർമ്മമാണ് ഈ മനുഷ്യന്മ എനിക്ക് എടുക്കാൻ. ഈ സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഓരോരുത്തരും ജനിച്ച സാഹചര്യവും നമ്മുടെ ചുറ്റുപാടും എൻ്റെ ഏത് അച്ഛനും അമ്മയ്ക്കും പിറക്കണം എന്നുള്ള എൻ്റെ സഞ്ചിത കർമ്മം ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ ഈ സഞ്ചിത കർമ്മം ജന്മത്തിലോട്ട് വരുമ്പോൾ അതിനെ പ്രാരബ്ധം എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രാരബ്ധം ഈ ജീവാത്മാവ് അനുഭവിക്കണം. ജീവാത്മാവ് എന്ന് പറയുന്നത് ശരീരമല്ല, മനസ്സല്ല. ഈ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈശ്വരന്റെ അംശമാണ്. അത് അഴുക്കിൽ ചേർന്നിരിക്കുന്നു, മാലിന്യത്തിൽ. മാലിന്യം പറഞ്ഞാൽ എൻ്റെ വാസനയാണ്, ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പൊ ഇതിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട്
ഞാനെന്ന് പറയുന്ന ഈശ്വരന്റെ അംശമായിരുന്നു. പക്ഷേ ജന്മങ്ങളിൽ കൂടെ ഞാൻ ആർജിച്ച വാസനകൾ എന്നിൽ ഒരു അഴുക്കായി ഫോമായിരിക്കുന്നു. അപ്പം ഈ മനുഷ്യജന്മത്തിൽ കൂടെ മാത്രമേ എനിക്ക് തിരിച്ച് ഈശ്വരനോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എത്രയോ ജന്മങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കത്തില്ല. നമ്മൾ എത്രയോ ജന്മങ്ങള് താണ്ടിയാണ് ഈ മനുഷ്യജന്മം കിട്ടിയെന്നുള്ളതിന് ഒരു പ്രൂഫുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവൂ? നമ്മൾ എത്രയോ ശരീരങ്ങൾ എടുത്തിരിക്കുന്നു നേരത്തെ. ഈ ജന്മത്തിന് മുമ്പ് നമ്മൾ എത്രയോ ശരീരങ്ങളിൽ കൂടി കടന്നു വന്നിരിക്കുന്നു. എന്നിട്ടാണ് ഇപ്പൊ ഈ മനുഷ്യ ശരീരം കിട്ടിയത്. നമ്മൾ പല പല ശരീരങ്ങളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ജീവാത്മാവായ നമ്മൾ ഓരോരുത്തരും പല പല ശരീരങ്ങളിൽ കൂടെ ഈ നമ്മളിത് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എങ്ങനെ നമുക്ക് ശരിയാന്ന് തോന്നുന്നു? നമുക്കൊരു കൺവിക്ഷൻ വരണ്ടേ? ഞാൻ എത്രയോ ജന്മങ്ങളിൽ കൂടെ ഏതൊക്കെയോ ശരീരങ്ങളിൽ കൂടെ ഞാൻ യാത്ര തുടരുകയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിനെന്തോ ഒരു പ്രൂഫ് എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ എല്ലാ കാര്യങ്ങളും പെരിഫറലായിട്ട് മാത്രം ചിന്തിച്ചാൽ ഇതിനെ പിടികിട്ടത്തില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി ചിന്താ വളരെ ശ്രദ്ധയോടെ നമുക്കറിയാം, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അത് നമ്മുടെ അനുഭവമാണ്. പക്ഷെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാലോ, കാര്യങ്ങളെ വ്യക്തമായി ഗ്രഹിച്ചാലോ, സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എന്ന് പറയുന്ന പോലെ ഞാൻ പേരിക്കുന്ന ശരീരമാണ്, എൻ്റെ ബുദ്ധിയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് എനിക്കിതെല്ലാം വരുന്നത്. നല്ലത് വരുന്നത് എൻ്റെ ബുദ്ധി കൊണ്ട്, ചീത്ത വരുന്നതോ നമ്മൾ ഉടനെ വിധിയിലോട്ട് പഴിയാരും. എൻ്റെ വിധിയാണ് ഇതൊക്കെ. നല്ലത് വന്നാലോ, നല്ലത് വരുമ്പോഴോ ഇതെന്റെ വിധിയാന്ന് പറയുമോ? ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടാ? അപ്പോൾ ഈശ്വരകാരുണ്യം ഉണ്ടായി. ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ബുദ്ധിപരമായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അതിങ്ങനെ കിട്ടിയ വിജയമാണിത്. അപ്പോൾ നമ്മൾ വിജയം വരുമ്പോൾ നമ്മുടെ എഫർട്ട് കൊണ്ടും കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഇതെന്റെ വിധിയാണെന്നും നമ്മൾ പഴിയായിരുന്നു. പക്ഷേ ഇതാ പറയുക, എൻ്റെ പ്രാരബ്ധം നല്ലതും ചീത്തയും വരുമ്പോഴേ ഈ ജീവാത്മാവ് അനുഭവിക്കണം ഈ ജന്മം. അപ്പൊ ഈ നല്ലതും ചീത്തയും അതാ പറഞ്ഞു, ഈ മനുഷ്യന്മ കിട്ടിയ എന്തിനു വേണ്ടിയാ എനിക്കിപ്പോ കിട്ടിയേക്കുന്നത്? തിരിച്ചും എനിക്ക് ഈ മനുഷ്യന്മത്തിൽ കൂടെയുള്ള ഈശ്വരനോട്ട് ലയിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതിന് എങ്ങനെ ഒരു കൺവിക്ഷൻ, നമ്മൾ പല പല ശരീരങ്ങൾ എടുത്തുന്നുള്ള എങ്ങനെ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പല പല ശരീരത്തിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതിന് ആർക്കെങ്കിലും ഒന്ന് ചിന്തിച്ച് പറയാൻ പറ്റുമോ? ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ശരീരം ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ ശരീരം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞിൽ എൻ്റെ ശരീരം വളരെ ചെറുതായിരുന്നു. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയോ, വളർന്നു വെച്ചാൽ എന്തുവാ, ആ സെൽസ് എല്ലാം ഉണ്ടായി, അത് നശിച്ചു പുതിയ സെൽസ് ഉണ്ടാവുന്നു. സയന്റിഫിക് ആയിട്ട് തന്നെ 7 വർഷമാണ് മാക്സിമം ഡ്യൂറേഷൻ. ചില സെൽസ് എല്ലാം മാക്സിമം ഡ്യൂറേഷൻ, എല്ലാ സെൽസും 7 ഇയേഴ്സ് ഇരിക്കുന്നില്ല. പല പല ഘട്ടങ്ങളിൽ കൂടെ എല്ലാ സെല്ലുകളും ഒരു 7 ഇയേഴ്സ് ആകുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സെല്ലുകളും മാറിക്കഴിഞ്ഞു, കോശങ്ങളും മാറി പുതിയ കോശങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ശരീരമല്ല 7 വയസ്സായപ്പോൾ ഉള്ളത്. അതേപോലെ ഓരോ ഇതിലും ഞാൻ മൊത്തം ശരീരം മാറിക്കോ. എൻ്റെ കൊച്ചിലത്തെ ശരീരമാണോ 10 വയസ്സുള്ളപ്പോൾ ശരീരം? ജനിച്ച് വീണ ശരീരമാണോ 10 വയസ്സുള്ളപ്പോഴേ? 10 വയസ്സുള്ളപ്പോഴുള്ള ശരീരമാണോ 20 വയസ്സുള്ളപ്പോഴേ? ഇതുപോലെ ഞാൻ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുക. പക്ഷെ ഞാനെന്ന ജീവാത്മാവോ അന്നത്തെ ആ മനസ്സല്ലേ നിങ്ങളുടെ ഇപ്പോഴും ഉള്ളത്. പക്ഷെ വ്യത്യാസം വന്നു, കൂടുതൽ ഇൻഫർമേഷൻ വന്നു, കൂടുതൽ അറിവ് വന്നു. പക്ഷെ അതേ മനസ്സല്ലയോ? കാരണം എങ്ങനെയാ, എനിക്ക് കൊച്ചിലെ ഓർമ്മ വെച്ച കാലം മുഴുവൻ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന് ഓർക്കാൻ കഴിയുന്നു. അത് അന്നത്തെ മനസ്സും ഇന്നത്തെ മനസ്സും ഒന്ന് തന്നെയാണ്. ശരീരമോ, ഞാൻ പല പല ശരീരങ്ങളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. ഞാൻ എത്രയോ ശരീരങ്ങളിൽ വിട്ടു. പക്ഷെ നമുക്ക് മരണത്തിനെ ഭയവാ. എന്ന് മരണത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ ഭയവാ. ഞാൻ എത്രയോ ശരീരങ്ങൾ വിട്ടുകഴിഞ്ഞു, പക്ഷെ ഞാൻ മരിച്ചോ? ഈ സാംഖ്യയോഗത്തിൽ പറയുന്നുണ്ട്, ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ കൃഷ്ണൻ അർജുനോട് പറയുന്നു, അർജുന, നീയും ഞാനും ഈ സേനാധിപന്മാരും എല്ലാവരും നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഭാവിയിൽ ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ ആർക്കും എങ്ങോട്ടും പോകാനില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ജനിച്ചു, നമ്മൾ ഇനി മരിച്ചു പോകും. അത് ഞാൻ ശരീരമാണ്, ഞാൻ ദേഹമാണെന്നുള്ള തോന്നലില്ല. ആ ഒരു അനുഭവത്തിൽ ഇരിക്കുന്നുണ്ടാ. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, അനുഭവം. ഇതുപോലെ ഇതെന്തോ അനുഭവം വെച്ചാലേ
എൻ്റെ ഭ്രമമാ, എൻ്റെ തോന്നലാണത്. അല്ലാതെ ശരി സത്യം അതാണോ? സൂര്യൻ എവിടെയെങ്കിലും ചലിക്കുന്നുണ്ടോ? ഗാലക്സി ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ സൂര്യനായിട്ട് ഭൂമിയെ ചുറ്റുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത്, സൂര്യൻ ഒരിടത്ത് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഭ്രമമാണ്, എൻ്റെ തോന്നലാണ്, എൻ്റെ അതാണത്. പക്ഷേ ശരിക്കും സത്യം അതല്ല എന്ന് പറയുന്ന പോലെ ഞാൻ ജനിച്ചിട്ടില്ല, എനിക്ക് മരണവും ഇല്ല. ഞാൻ പുതിയ പുതിയ ശരീരങ്ങൾ കൂടി ഈ ജന്മങ്ങളോട് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ മനസ്സ് വന്നത് എവിടുന്ന? ഈശ്വരന്റെ അംശം, പരമാത്മ ചൈതന്യത്തിന്റെ അംശം എൻ്റെ വാസനയിൽ റിഫ്ലക്റ്റ് ആയപ്പോൾ ഉണ്ടായതാണ് ഞാൻ ജീവാത്മാവ്. ഈ ജീവാത്മാവ് വന്നതിന് എൻ്റെ ഉറവിടം പരമാത്മ ചൈതന്യമാണ്. ഇതിന് പോകേണ്ടതും അങ്ങോട്ട് തന്നെ. പക്ഷെ അതിന് പകരം നമ്മൾ ജന്മങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരനോട്ട് പോകണമെന്നുണ്ടെങ്കിലോ ഞാൻ വിവേകത്തിൽ, ധർമ്മത്തിൽ കർമ്മം ചെയ്യണം. ഞാൻ കർമ്മങ്ങളെ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരിക്കരുത്. കർമ്മഫലങ്ങളെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ നിർമാർജനം ചെയ്യണം. കാരണം അതൊരു അഴുക്കാണ്. പരമാത്മ ചൈതന്യം എന്നുള്ളത് ശുദ്ധമാണ്, അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, അത് പരിശുദ്ധമാണ്. ഞാനോ മലിനപ്പെട്ട പരമാത്മ ചൈതന്യന്റെ അംശമാണ്. ഈ പരമാത്മന്റെ ഒരു അംശമാണ് ഞാൻ, പക്ഷെ മലിനപ്പെട്ടത്. എന്തുകൊണ്ട് മലിനപ്പെട്ടു? എൻ്റെ വാസന കാരണം. ഞാൻ ഓരോ ജന്മങ്ങളിൽ കൂടെ വന്നപ്പോൾ വാസന ഉണ്ടാക്കി. ഞാൻ എനിക്കിഷ്ടവും അനിഷ്ടവും ഉണ്ടാക്കി, കർമ്മഫലത്തിനെ കൂട്ടി. ഈ കർമ്മഫലത്തിൽ നിന്നുണ്ടായ കർമ്മഫലത്തിനെ കർമ്മം കൊണ്ട് തന്നെ വേണം ഇല്ലാതാക്കാൻ. അതെങ്ങനെ വേണം? അതിന് കൃഷ്ണൻ വഴി പറഞ്ഞു തരുന്നു. കൃഷ്ണനും പറഞ്ഞ കൃഷ്ണന്റെ സിദ്ധാന്തമല്ല, പൂർവികർ വന്ന വഴി കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അല്ല, കൃഷ്ണൻ ഉണ്ടാക്കിയ ഒരു പ്രിൻസിപ്പിൾ അല്ല ഇത്. ഇവിടെ നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം തുടർന്ന് വന്ന ഒരു പാതയാണ്, അവരുടെ അനുഭവമാണിത്. അല്ല, ആരും ഉണ്ടാക്കിയതല്ല. ഒരു ഋഷീശ്വരന്മാരും ഉണ്ടാക്കിയത് അവരുടെ ജീവിത അനുഭവങ്ങളാണ്. അവര് ഈശ്വരനോട് ലയിച്ചവരാണ്. അവരുടെ അനുഭവങ്ങളെ അവര് കുറിച്ചു വെച്ചതാ. അതാണ് ഇതെല്ലാം വായ്മൊഴിയായിട്ട് ശ്രുതികൾ എന്നാ അതിന് പറയുന്നത്. എവിടെയും എഴുതി വെച്ചിട്ടില്ല, ശ്രുതികളിൽ നിന്നാണ് പറയുന്നത് ഉപനിഷത്തുക്കളെ. അപ്പോ ഈ അനുഭവം നമുക്കും ഉണ്ടാവും. എനിക്കും ഈശ്വരൻ ലയിക്കാം. നമ്മളും ഈശ്വരനാണ്, നമ്മൾ അറിയുന്നില്ല. അതെന്തുകൊണ്ട്? നമ്മുടെ തന്നെ വാസന, കർമ്മഫലം, നമ്മുടെ പ്രാരബ്ധം കാരണം ഞാൻ ഈശ്വരനാണെന്ന് ആരും അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഈശ്വരനാണ്, ഈശ്വര ചൈതന്യമാണ്. ഓൺലി ഡിഫറൻസ് എന്തുവാ? എന്നിൽ വാസനയുണ്ട്, ആ ചൈതന്യത്തിൽ വാസനയുണ്ട്. ഈ വാസന കാരണം ആ ചൈതന്യത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്ക് ദേഹവും ഈ മനസ്സും അതിൽ കവിഞ്ഞ് പുറകോട്ട് അറിയുന്നില്ല. ഞാൻ വെളിയിലോട്ട് നോക്കിയിരിക്കുക. ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു, മറ്റവരെന്ത് പറയും, മറ്റുള്ളവരെ നോക്കിയിരിക്കുന്നു. നമുക്ക് നമ്മളോട് നോക്കാൻ നമ്മൾ ശീലിച്ചിട്ടില്ല. അതാണ് ഇപ്പൊ ഈ രമണ മഹർഷിയുടെ ഒരു ബുക്കുണ്ട്, ആരാണ് ഞാൻ ആരാണെന്ന് മനസ്സിലായാൽ അത് നമ്മൾ ആരാണെന്ന് ചിന്തിക്കുന്നില്ല. ഹൂ ആം ഐ, ഞാൻ ആരാ? നമ്മൾ ആരോടും ചോദിച്ചു നോക്കും, ആരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിസിക്കൽ ഐഡന്റിറ്റി പറയും, ഇന്നടത്ത് ഇന്നാരാ. അത് വിട്ടാലോ, ഇതൊക്കെയൊന്നും ഇല്ലെങ്കിലോ, ഈ പേരും ഇതൊക്കെ വന്നത് എപ്പോഴാ? ആരോ ഇട്ടപ്പോഴാ, പേരിട്ടപ്പോഴാ. അത് വരുമ്പോൾ പേരുണ്ടോ? അതുപോലെ ജനിച്ചപ്പോഴൊരു ശരീരം കിട്ടി. ആ ശരീരമാണോ ഞാൻ? അല്ല. ഈ ഉപകരണത്തിൽ കൂടെ, ഒരു മൈക്കിൽ കൂടെ പ്രസംഗിക്കുന്ന പോലെ, ഞാനൊരു മൈക്കിൽ കൂടെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ മൈക്ക് ആവുന്നോ ഞാൻ എൻ്റെ ഫോണിൽ കൂടെ സംസാരിക്കുന്നു, ഫോണാണോ ഞാൻ എന്ന് പറയുന്ന പോലെ ഈ ശരീരത്തിൽ കൂടെ ഞാൻ, ഈ ജീവാത്മാവ് സംസാരിക്കുന്നു, ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുന്നു. ഈ ശരീരമല്ല, ഈ മനസ്സുമല്ല. ഈ ജീവാത്മാവ് മനസ്സും ശരീരവും ഉപയോഗിച്ച് അനുഭവങ്ങളെ അനുഭവിക്കുന്നു. അപ്പൊ ഈ വികാരം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ മനസ്സുകൊണ്ടാണ് ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്നത്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളാ, ബോധചിന്തകളാ. ഈ ബോധചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പരമാത്മ ചൈതന്യമാണ് ശുദ്ധബോധം. ആ പരമാത്മ ചൈതന്യത്തിലുള്ള ചിന്തകൾ, എൻ്റെ വാസനയിൽ നിന്ന് വരുന്ന ചിന്തകൾ, ആ ചിന്തകൾ പ്രകടമാവണമെന്നുണ്ടെങ്കിലോ ഈ ചൈതന്യം വേണം, ബോധം വേണം. ഇപ്പൊ നമ്മൾ ബോധം കെടുക എന്ന് പറയുന്നില്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്നൊക്കെ സംസാരിച്ചു ബോധം കെട്ട് വീണു, ഞാൻ മരിച്ചിട്ടില്ല എന്ന് വെക്കണം, ബോധം കെട്ടു, പിന്നെ ഞാൻ സംസാരിക്കുവോ? ആ ബോധം കെട്ട് ഞാൻ പിന്നെ ചിന്തിക്കുവോ? ഞാൻ ബോധം കെട്ടി കിടക്കുമ്പോൾ എപ്പോഴും ഉണരണം, എപ്പോഴും ബോധം വരണമെന്ന് ഞാൻ ചിന്തിച്ചോ ആണോ ബോധം വരുന്നത്? അപ്പൊ ആ ബോധം പോവാന്ന് വെച്ചാൽ ബോധചിന്തകൾ പോയി. ബോധമുണ്ട് അവിടെ, എൻ്റെ ജീവനുണ്ട്, ബോധത്തിലുള്ള ജീവനുണ്ട്. പക്ഷെ എൻ്റെ ചിന്തകൾ, ബോധചിന്തകൾ പോയി, മനസ്സ് വിട്ടു, ബോധം പോയി എന്ന് പറയും നമ്മൾ. ആ സമയത്ത് നമ്മളെ അറിയുന്നില്ല, എൻ്റെ മനസ്സില്ല എൻ്റെ കൂടെ. പക്ഷെ ഞാൻ ജീവാത്മാവ് അവിടെ ഉണ്ട്. ജീവാത്മാവിന്റെ ഒരു ഉപകരണം വിട്ടു. കാരണം എന്തുവാ? ആ ബ്രെയിൻ അവിടെ, ചിന്തകൾ പ്രകടമാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകരണം വേണം ശരീരത്തിൽ, അത് ബ്രെയിനാണ്. അതിന് എന്തോ സംഭവിച്ചുകൊണ്ടാണ് ഇപ്പം ബൾബിന്റെ ഫിലമെന്റ് പൊട്ടുമ്പോൾ ലൈറ്റ് വരത്തില്ല.
ഫിലമെന്റിൽ കൂടെ അതിന് പ്രകാശമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള പവർ നമുക്ക് ലൈറ്റ് രൂപത്തിൽ കിട്ടണമെന്നുണ്ടോ, അതിനൊരു മീഡിയം വേണം. ആ മീഡിയത്തിൽ കൂടെ ആ ലൈറ്റ് ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുന്നുള്ള എൻ്റെ ചിന്തകൾ പ്രകടമാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രെയിൻ, ആ ബ്രെയിൻ ഏതോ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് എനിക്ക് ചിന്തകൾ വിട്ടു ശരീരത്തിൽ നിന്ന്, എൻ്റെ ബോധം പോയി, ബോധ ചിന്തകൾ വിട്ടു. അപ്പോൾ ഈ ബോധ ചിന്തകളിൽ കൂടാണ് എനിക്ക് അനുഭവം ഉണ്ടാവുന്നത്, നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ. അപ്പൊ ഈ അനുഭവം എവിടുന്ന് വന്നു? ഞാൻ തന്നെ ഉണ്ടാക്കിയ, ഞാൻ ആർക്കോ പാപങ്ങൾ, ഞാൻ ആർക്കോ ദോഷങ്ങൾ ചെയ്തപ്പോഴേ ആ ദോഷം എന്നിൽ തന്നെ തിരിച്ചു വരും. ഞാൻ ആർക്കോ നല്ല നല്ല പ്രവൃത്തികൾ, നല്ല ഹെൽപ്പ് ചെയ്തതിനുണ്ട്, ഞാൻ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഉപകാരം നല്ല അനുഭവമായിട്ട് തിരിച്ചു വരും. എന്നിൽ നിന്ന് പോയ നല്ലതും ചീത്തയും എന്നിൽ തന്നെ തിരിച്ചു വരും. എവിടുന്ന് ഉത്ഭവിച്ചോ അവിടെ. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഏവം പ്രവർത്തിതം ചക്രം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. എല്ലാം ഒരു സൈക്ലിക്കാണ്. ഒരു ബാൾ നമ്മൾ എറിഞ്ഞാൽ അത് തിരിച്ചു വരും. ഭിത്തിയിൽ തട്ടിയാൽ തിരിച്ചു വരും. എവിടെ പോയാലും അത് തിരിച്ചു വരും. ഞാൻ അങ്ങോട്ട് നിട്ടാൽ തിരിച്ചു കിട്ടും. ഞാൻ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. ഞാൻ ചീത്ത അനുഭവം, ഒരു പ്രവൃത്തി ചെയ്താൽ ചീത്ത അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. കർമ്മഫലത്തിന് ഉടനെ വരത്തില്ല. ഓരോത്തിനും, ഓരോ വിത്തിനും മുളയ്ക്കുന്നതിന് ഓരോ പർട്ടിക്കുലർ ടൈമുണ്ട്. ഓരോ കർമ്മം ഒരു വിത്തിന്റെ കൂട്ടാണ്. വിത്ത് ഇട്ട ഉടനെ മുളയ്ക്കത്തില്ല. അതിനൊരു സമയമുണ്ട്. ആ കർമ്മഫലത്തിന് വരാൻ ആ സമയം പോകുന്നതിനനുസരിച്ച് നമുക്കത് റിട്ടേൺ ആയി തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ പ്രസാദ ബുദ്ധിയിൽ കരുതിയാൽ, ഇതെന്റെ വിധിയായോ, എൻ്റെ ദുരിതമാ, ഈശ്വരൻ എനിക്ക് അന്ന് പണിഷ്മെന്റാ, ശിക്ഷയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഞാൻ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും അറിയാത്തതുകൊണ്ടാണ്. ഈശ്വരൻ രക്ഷിക്കുന്നതുമില്ല, ശിക്ഷിക്കുന്നതുമില്ല. പരമാത്മ ചൈതന്യം, അത് നിർഗുണ പരബ്രഹ്മമാണ്, ബ്രഹ്മമാണ്. അത് പവർഫുൾ ആണ്, അത് കോൺഷ്യസ് എനർജിയാണ്. അത് എൻ്റെ വാസന കാരണം ഞാൻ ഉണ്ടാക്കിയ കർമ്മത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം. അത് ഒരു ഈശ്വരനും തന്നതല്ല. ഞാൻ തന്നെയാണ് എനിക്ക് ഈ അനുഭവങ്ങൾ വരുത്തി വെച്ചത്. അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിക്കണം. വേറെ ആർക്കും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ കർമ്മങ്ങളെ ഞാൻ, എൻ്റെ വികാരമാണ്. ഈ മനസ്സ് പറഞ്ഞല്ലോ, മനസ്സിൽ കൂടെ ആണല്ലോ ഒരു ഉപകരണം. അത് 4 തരം ചിന്തകളുണ്ട്. വികാര ചിന്തകള് മനസ്സ്, വിചാര ചിന്തകള് ബുദ്ധി, ഓർമ്മ ചിന്തകള് എന്താണ് ചിത്തം, ഞാനെന്ന ഭാവചിന്ത അഹങ്കാരം. ഈ 4 തരം ചിന്തകൾ, ഇതാണ് ഈ ശരീരത്തിനോട് ചേർന്നിരിക്കുന്നത്. എൻ്റെ വാസനയിൽ നിന്ന് വരുന്നതാണ് ചിന്തകൾ, ബോധചിന്തകൾ. ഈ ചൈതന്യത്തിന്റെ പ്രസൻസില് വാസനയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഈ ശരീരത്തിനോട് ചേർന്നിരിക്കുന്നത് മനസ്സാണ്, വികാര ചിന്തകളാണ്. പെട്ടെന്ന് നമ്മൾ ഈ സറൗണ്ടിങ്സുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ, വ്യക്തികളും സാഹചര്യങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ എനിക്ക് വികാരങ്ങൾ ഉണ്ടാവുന്നു. ദേഷ്യം, വിഷമം, സന്തോഷം, അസൂയ, നിരാശ, ഇങ്ങനെ എന്തെല്ലാം ടൈപ്പിലുള്ള വികാരങ്ങളുണ്ട്. ഈ വികാരത്തിനനുസരിച്ച് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ കർമ്മഫലം കൂട്ടത്തേ ഉള്ളൂ. എന്നിലൊരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തിൽ നിന്ന് വരുന്ന ഡയറക്ഷനെ പറയുന്നതാണ് വിവേകം. ഈ ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലുള്ള ചിന്തകളെ പറയുന്നതാണ് ബുദ്ധി. ഈ ബുദ്ധി വികാരമായിട്ട് അലൈനായി കഴിഞ്ഞാൽ അത് വെറും കർമ്മമാകുന്നു, അത് കർമ്മഫലം കൂട്ടും. അതേ സമയത്ത് ഈ ബുദ്ധി വിവേകമായിട്ട് അലൈൻ ചെയ്ത് കർമ്മങ്ങൾ ചെയ്താൽ ഉള്ള കർമ്മഫലം കുറയുകയും ചെയ്യും, പുതിയ കർമ്മഫലങ്ങൾ ഉണ്ടാവത്തുമില്ല. അപ്പൊ നമ്മൾ ഈ വികാരങ്ങളിൽ, അതാണ് ഈ ശ്ലോകത്തിലാണ് പറയുന്നത്. ഞാൻ എൻ്റെ വികാരത്തിന് അടിമപ്പെട്ടു പോയാൽ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യന്റെ നാശം? ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, വികാരത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അധർമ്മമാണ്. അധർമ്മം, നമുക്ക് ധർമ്മവും അധർമ്മവും എന്ന് പറയുന്നത് നമുക്കൊരു ജനറൽ ഒരു ധാരണ വരും. ഞാൻ ഒരാളെ പറ്റിച്ചു, വഞ്ചിച്ചു, അല്ലെങ്കിൽ അടിച്ചു. നമ്മൾ അത് മാത്രമല്ല, ഞാൻ എൻ്റെ വികാരത്തിൽ ഇരിക്കുന്ന എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ, എൻ്റെ ഇഷ്ടവും അനിഷ്ടമാണ് എൻ്റെ വികാരം. എൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടവും അനിഷ്ടത്തിൽ നിന്നുള്ള ചിന്തകളാണ് ഇതെല്ലാം. അപ്പോ എനിക്കല്ലാതെ ചില ചിന്തകൾ ഉണ്ട്, വിവേകത്തിലുണ്ട്. അത് പക്ഷേ ഞാൻ അറിയുന്നില്ല. എൻ്റെ ഇഷ്ടമായിട്ട് ഞാൻ ഇരിക്കുന്നു, എൻ്റെ വാസനയിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നു. അപ്പോ ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കർമ്മഫലം ഞാൻ കൂട്ടും. ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ കൂടാണ് ഞാൻ ഈ ജന്മങ്ങളെ കൂട്ടുന്നത്. ഇതെന്റെ ഇത് പ്രകടിപ്പിക്കാനുള്ളതാ. ഈ പ്രകടിപ്പിക്കാനുള്ള വികാരങ്ങളെ വെച്ച് തന്നെ കർമ്മം ചെയ്യരുത്. ഞാൻ ഇതിന് പകരം ഈ വികാരങ്ങളെ മിനിമൈസ് ചെയ്ത് വിവേകത്തിൽ ചെയ്യണം. അപ്പൊ ബുദ്ധിയാണ് ചെയ്യുന്നത്. ആ ബുദ്ധിയായിട്ടുള്ള ചിന്തകളാണ് ഒരു കർമ്മത്തിന് പറയുന്നത്. പക്ഷെ ഈ ബുദ്ധി ആരുമായിട്ട് കൂട്ടുകൂടി ചെയ്യുന്നു?
ആ വികാരം എനിക്ക് ഉണ്ടാകുന്ന വികാരത്തുമായിട്ട് അലൈനായി ഞാൻ അതിൻ്റെ ഇരട്ടി ഇരട്ടി പ്രശ്നങ്ങളിലോട്ട് ഞാൻ ദുരിതത്തിലോട്ട് നീങ്ങുകയാണ്. അതേ സമയത്ത് ഈ വികാരങ്ങളെ മാനേജ് ചെയ്ത് അത് വിവേകത്തിൽ നിന്ന് വരുന്ന വിവേകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഈ വികാരത്തിനെ മിനിമൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ മനസാക്ഷി നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല. മനസാക്ഷി പറയും ശരിയായില്ല ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. നമ്മളിൽ നിന്നൊരു ഡയറക്ഷൻ വരുന്നുണ്ട്, അത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഡയറക്ഷൻ അല്ലത്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ കർമ്മം എങ്ങനെയാ ചെയ്യുന്നതിന് ശരിക്കും കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാ? എനിക്ക് ഓരോ പ്രശ്നങ്ങൾ അനുകൂലവും പ്രതികൂലവും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ദുഃഖവും വിഷമവും നിരാശയും അസൂയയും ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ളതാ. കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയല്ല വികാരങ്ങൾ. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വിവേകമായിട്ട് താതാത്മ്യത്തിൽ പ്രാപിച്ച് വാല്യൂസിൽ വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. വികാരം എന്ന് വെച്ചാൽ വിതൗട്ട് വാല്യൂസ് ആണ്, അത് അധർമ്മമാണ്. ഞാൻ വികാരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അധർമ്മമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന നോർമൽ ഈ ശാസ്ത്രങ്ങളോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോസ്റ്റ്ലി എല്ലാം അധർമ്മത്തിലാണ്. ഞാൻ എൻ്റെ അവരവരുടെ ശരികളിൽ കൂടാണ് കർമ്മം ചെയ്യുന്നത്. എൻ്റെ ശരി വേറൊരാൾക്ക് തെറ്റാണ്. അപ്പോൾ അവരവരുടെ ശരി, എൻ്റെ ശരി എവിടെ നിന്ന് വരുന്നു? എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വരുന്നു. എൻ്റെ ഇഷ്ടമാണോ വേറെ ആളുടെ ഇഷ്ടം? എൻ്റെ ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്യത്തില്ല. അപ്പൊ എൻ്റെ കർമ്മമല്ല എൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ളതാ. എൻ്റെ ഇഷ്ടം വേറെ ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ എൻ്റെ ശരികൾ എന്ന് വെച്ചാൽ എൻ്റെ വികാരത്തിന്റെ ഞാൻ കർമ്മം ചെയ്യുകയാണ്. ഈ വികാരത്തിലല്ല ചെയ്യേണ്ടത്, ധർമ്മത്തിലായിരിക്കണം. ധർമ്മം എന്ന് വെച്ചാൽ അത് വിത്ത് വാല്യൂസ് ആണ്, വിവേകമാണത്. അതിന് അഹന്താമമതയില്ല. അഹന്താമമതയില്ലാതെ ചെയ്യുന്ന കർമ്മത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഏത് പ്രവൃത്തിയായിട്ട് അതിലൊരു നമ്മൾ ചെയ്യുന്നതിലെല്ലാം, ഇപ്പോൾ ചെയ്യുന്നതിലെല്ലാം അഹന്താമമയുടെ ഫാക്ടറുണ്ട്. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ധർമ്മമാണോ അധർമ്മമാണോ, ഇത് നമ്മൾ നിരന്തരം ചിന്തിക്കണം. എന്നിട്ട് അതാ നമ്മൾ പഴമക്കാർ പറയും, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ചിന്തിക്കണം എന്ന് വെച്ചാൽ റൈറ്റ് വേയിൽ, ശരിയായ ദിശയിൽ, വെച്ചാൽ വിവേകത്തിൽ ചിന്തിക്കണം. എനിക്ക് വികാരത്തിലും ചിന്തിക്കാം. ചിന്തിച്ചു കൂട്ടിയിട്ടെന്നുള്ള ഞാൻ ചിന്തിക്കാതെ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ചിന്തിച്ചാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഒരു കഥ. ഒരു കുട്ടി ഒരു കാളയുടെ കൊമ്പിനിടയ്ക്ക് തലയിടാൻ കുറെ ചിന്തിച്ചു കൂട്ടിക്ക് പോയി തലയിടുകയാണ്. പക്ഷെ അത് പോയി വീണിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നു, ചിന്തിക്കാതെ എന്താ കുട്ടി ചെയ്തേ? ഞാൻ എത്ര ദിവസം ഇരുന്ന് ചിന്തിക്കുക അതിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ എങ്ങനെയാ തലയിടേണ്ടതെന്ന്. ഞാൻ ചിന്തിച്ച് തന്നെയാണ് പോയി ഇട്ടത് എന്ന് പറഞ്ഞല്ലേ. വേണ്ട ദിശയിലായിരിക്കണം ചിന്തിക്കേണ്ടത്, വേണ്ടാത്ത രീതിയിലായിരിക്കരുത് നമ്മൾ ചിന്തിച്ചാൽ. എന്തോ വികാരത്തിലായിരിക്കരുത് ചിന്ത, വിവേകത്തിലായിരിക്കണം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഓഫീസ് സെറ്റപ്പ് എന്ന് വിചാരിക്കുക. ഒരു ഓഫീസ് ഫീൽഡ് വർക്കിലെ ബ്രാഞ്ച് ഓഫീസുണ്ട്, ഹെഡ് ഓഫീസുണ്ട്. ഈ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പല വിഷയങ്ങൾ ഹെഡ് ഓഫീസിലോട്ട് എഴുതി ചോദിക്കും, എങ്ങനെ വേണം ഡയറക്ഷൻ ചോദിക്കും. അപ്പം ഓരോ ഓഫീസുകളിൽ നിന്നും ഈ ഹെഡ് ഓഫീസിലോട്ട് ഡയറക്ഷൻ വരും, ചോദിക്കും. ഓരോ ക്വറീസ് ചോദിക്കും, എങ്ങനെ വേണം ആ ഡയറക്ഷൻ വേണ്ടി അവരെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ തപാൽ സെക്ഷനിൽ നിന്ന് ക്ലർക്ക് വാങ്ങിച്ച്, തപാൽ സെക്ഷനിൽ നിന്ന് ഓരോ സെക്ഷൻ ക്ലർക്കിൻ്റെ അടുക്കെ പോകുന്നു. ആ ക്ലർക്ക് സെക്ഷൻ ഓഫീസർക്ക് ഇടണം. ഓഫീസറാണ് ഡയറക്ഷൻ എഴുതേണ്ടത്. ആ തപാൽ സെക്ഷനിൽ നിന്ന് ക്ലർക്കിന്റെ പേപ്പേഴ്സ് എല്ലാം വരുന്നു. അപ്പൊ ആ ക്ലർക്കിൽ നിന്ന് വായിച്ചു നോക്കിയിട്ട് ആ ക്ലർക്ക് അങ്ങ് ഡിസൈഡ് ചെയ്യുക എങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സെക്ഷൻ ഓഫീസർക്ക് വിടാതെ, ആ ക്ലർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ശരിക്കും ധാരണയുള്ള ആയിരിക്കത്തില്ല, ഓഫീസർ അല്ലല്ലോ, ക്ലർക്കല്ലേ. ആ ക്ലർക്കിനെ ഇതങ്ങ് ഡിസൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫീസറിന് ഡയറക്ഷൻ കൊടുത്താലോ അൾട്ടിമേറ്റ്ലി സിസ്റ്റം എങ്ങനെ കൊളാപ്സ് ആവത്തില്ലേ എന്ന് പറയുന്ന പോലെ, വെളിയിൽ നിന്നുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ വരുമ്പോഴേ ഈ വികാരം കയറി അങ്ങ് ഡിസൈഡ് ചെയ്യും. ഈഗോയും വികാരങ്ങളുടെ ബുദ്ധിക്ക് ഡയറക്ഷൻ കൊടുക്കും, ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. വിവേകത്തിലോട്ട് ചോദിക്കുന്നില്ല, വിവേകത്തിനോട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നില്ല, വിവേകത്തിലല്ല, നമ്മുടെ വികാരം കയറി അങ്ങ് ഡോമിനേറ്റ് ചെയ്യുവാണ്, ഈഗോ, ഞാൻ എന്ന ഭാവത്തിൽ. അപ്പം ഞാനുള്ള പ്രശ്നങ്ങളെല്ലാം സിസ്റ്റമേ തകരാറ്, നമ്മുടെ ജീവിതം തന്നെ കൊളാപ്സ് ആവും. ആ വികാരത്തിന്റെ ഒരു സീക്വൻസ് ആണ് ഇവിടെ ഈ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞേക്കുന്നത്. ഓരോരുത്തർക്കും വികാരത്തള്ളിച്ചതിലും ജീവിതങ്ങൾ, എത്രയോ ജീവിതം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിലും. എന്നിട്ട് ആ നിമിഷം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ റിപ്പന്റ് ചെയ്യും, ആ സമയം എന്തെല്ലാം ചെയ്ത് കൂട്ടി ജീവിതം വേറെ നശിച്ചു പോയി, പിന്നെ ആ ഓപ്പർച്യൂണിറ്റി പിന്നെ കിട്ടുമോ? ആ സമയത്ത് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ജീവിതം നശിക്കുമോ? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മൾ ഇവിടെ എല്ലാം കേൾക്കുന്നു. അത് കൂടിക്കൂടി വരുന്നു.
ഈ പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഓരോ വികാരങ്ങളിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങളാണ്. അത് പ്രകാരം ഓരോ എത്രയോ വീടുകളാണ് നീറിപ്പോയെന്ന് നമ്മൾ ഇതിനെ ഒന്നും തിരിച്ചറിയുന്നില്ല. ഓരോ വീടുകളും നീറിപ്പോവുകയാണ് ഇന്നത്തെ. പണ്ട് അത്രയില്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഈ സുഖ സൗകര്യങ്ങൾ കൂടുന്തോറും ഈ ഇന്ദ്രിയ സുഖത്തിന്റെ, ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും നമ്മളെ വഴിതെറ്റിക്കുകയാണ്. ആ ഇന്ദ്രിയത്തിന്റെ പുറകെ പോയി നമ്മൾ പ്രശ്നങ്ങളിലോട്ട് പോവുകയാണ്. നമുക്ക് സ്വസ്ഥതയില്ല. അപ്പൊ ഈ സ്വസ്ഥത എങ്ങനെ വരും? ഞാൻ ആ വികാരത്തിന് അടിമപ്പെടാതെ പോകണം. അങ്ങനെ വികാരത്തിന് അടിമപ്പെട്ടാൽ എൻ്റെ ജീവിതം നശിക്കുന്നതിന്റെ ഒരു സീക്വൻസ് ആണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ അങ്ങനെ അല്ലാതെ പോയാലോ, ഈ വികാരത്തിന് അടിമപ്പെടാതെ ആത്മസംയമനം പ്രാക്ടീസ് ചെയ്ത് ഈ സാധനകളിൽ കൂടെ, ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ എൻ്റെ വെറുതെ ചുമ്മാ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ പോരാ. എൻ്റെ ഭാവ തദ്ഭവതി, എൻ്റെ ഭാവം അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഞാൻ പല പല സാധനങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു ഡെവലപ്മെന്റും ഇല്ല, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. ഞാൻ മനസ്സുകൊണ്ടല്ല, ഞാൻ ചുമ്മാതെ ചില ചടങ്ങുകൾ പോലെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എന്ത് കാര്യം? ഇതിനെല്ലാം, ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ അതിനനുസരിച്ച് ഞാൻ കർമ്മം ചെയ്യാൻ ശീലിക്കണം. അതാ റിഫോമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ നമ്മളെ റിഫൈൻ ചെയ്യണം. നമ്മുടെ ഇപ്പോൾ ഈ എൻ്റെ വാസനയിൽ ഇങ്ങനെ എൻ്റെ ഇഷ്ടാനിഷ്ടം പൊയ്ക്കൊണ്ടിരുന്നാൽ ഞാൻ ദുരിതത്തിലോട്ടേ പോകത്തുള്ളൂ. നമ്മൾ കാര്യങ്ങളെ വ്യക്തമായി എന്താണ് സംഭവിക്കുക, എൻ്റെ ജീവിതം എന്തിനാണെന്നും എന്തിനാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ വ്യക്തതയോടെ ഈ കാര്യങ്ങളെ ധരിക്കാതെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നാശത്തിലോട്ടേ പോകത്തുള്ളൂ. കർമ്മഫലം അനുസരിച്ച്, അതേപോലെ എൻ്റെ കർമ്മഫലം, വി ക്യാൻ ചേഞ്ച് അവർ ഡെസ്റ്റിനി. അത് മനുഷ്യന് മാത്രമേ ഒക്കത്തുള്ളൂ. നമ്മൾ ഈ കാര്യങ്ങളെ ഗ്രഹിച്ച് ഏത് പാപിക്കും നമുക്ക് ഈശ്വരനിൽ ലയിക്കാം. പക്ഷേ നമ്മൾ ആ മനസ്സിന്റെ ഭാവമാണ് നമ്മൾ ക്രിസ്ത്യൻസ് പറയും, പാപിയെ അല്ല വെറുക്കേണ്ടത്, പാപത്തിനെയാണ്. പാപിയെ വെറുത്തൂടാ, ആ പാപമാണ് വെറുക്കപ്പെടേണ്ടത്. ഏത് പാപിക്കും മുക്തി നേടാം. അപ്പൊ നമുക്ക് നമ്മളെ ഇതിനകത്ത് ഭാഗവത്തിൽ ഒരു ഇത് പറയും, ദുന്ദുബിയുടെ കഥ. അത് ആദ്യത്തെ ഒരു ഭാഗവത മഹാത്മ്യത്തിൽ വരും. എത്ര അധർമ്മിയായിട്ട് ജീവിച്ച ഒരാളും ധർമ്മത്തിൽ മോക്ഷത്തിനുള്ള അർഹനാണ്. ഇത് ഏത് ടൈപ്പിലുള്ള ആൾക്കാർക്കും നമുക്ക് മോക്ഷത്തിന് അർഹനാ. ഉള്ളത് നമ്മൾ ഇതിനെ റിയലൈസ് ചെയ്ത് മനസ്സിലാക്കി ആ ഈശ്വരഭാവമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ച്, ഇത് ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടെന്നേ ഉള്ളൂ. ഓരോ കർമ്മഫലം അനുസരിച്ച്, ഈ കർമ്മഫലം എന്ന് പറഞ്ഞത് നമ്മൾ എത്രയോ ജന്മങ്ങളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത കർമ്മഫലം, അത് പെട്ടെന്ന് തീരത്തില്ല. അതിനനുസരിച്ച് നമ്മൾ ഇതിനെ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ ആ വിവേകത്തിൽ ധർമ്മത്തിൽ കർമ്മം ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഈ നമ്മുടെ ജീവിതം സ്വസ്ഥമായിട്ട് പോവും, രക്ഷ കിട്ടും. അതില്ലെങ്കിൽ നാശമായിരിക്കും. രക്ഷയല്ല, അതിന് പകരം നാശമായിരിക്കും സംഭവിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഇതിന്റെ ഇതൊക്കെ പാരഗ്രാഫ് വായിച്ചിട്ട് എക്സാമ്പിൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ലേ? ചന്ദ്രലേക്ക് എന്ത് തോന്നുന്നു? ഇതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ട്. സത്യമാണെന്നില്ല, എക്സ്പ്ലനേഷൻ ഇതൊക്കെ സത്യമാണെന്നില്ല. ഇതൊക്കെ ഗീതയെ പറഞ്ഞേക്കുന്നതുകൊണ്ട് സത്യമാണോ, അത് ചിന്തിച്ചു നോക്കിയപ്പോ സത്യമാണോ? അല്ല, ചിന്തിക്കുമ്പോ എല്ലാം കറക്റ്റാണ്. നമ്മൾ ഓരോ ആൾക്കാരുടെ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ലൈഫും ഓരോരുത്തർ ഉയർന്നു വന്നതും അവരുടെ ലൈഫിലെ താഴ്ചകളും അത് ഇത് വെച്ച് കമ്പയർ നോക്കുമ്പോൾ അവരുടെ ഇങ്ങനെ ജന്മത്തിലെ വാസനകൾ വെച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ സത്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ലേ? നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മള് ഇനി ഓരോ പറയുന്ന വാക്കുകളും ഇനി നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കർമ്മങ്ങളും വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം. ഒരാൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴും റിപ്ലൈ ചെയ്യുമ്പോഴും അളന്നു മുറിച്ച് വർത്താനം പറയണം. ഓരോ പറയുന്ന വാക്കിലും അതിന്റെ അടുത്ത ഫലം കിടപ്പുണ്ട്
എന്ന് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ. അശ്വതിക്ക് എന്തോ തോന്നുന്നു? എന്തെങ്കിലും പറയുന്നുണ്ട് തെറ്റില്ല കേട്ടോ, അല്ല തെറ്റിപ്പോവോ അല്ലെങ്കിൽ ശരിയാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉറയ്ക്കും, അതുകൊണ്ട് ചോദിക്കുന്നത്, അല്ലാതെ ആരും ടെസ്റ്റ് ചെയ്യുമല്ല കേട്ടോ. ആ അല്ല, ഇപ്പോ എല്ലാ കാര്യങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഇത് മനസ്സിൽ വരാറില്ല. നമ്മൾ ഒരു കാര്യത്തെ ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിനിടയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്താ, പല ചിന്തകൾ വരും ഒക്കെ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ കുറെ ദിവസങ്ങൾ അടുപ്പിച്ച് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പെട്ടെന്ന് ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. എന്ത് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ അത് കിടക്കുകയാണ്, ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നുള്ള ഒരു ചിന്ത. അപ്പൊ നമ്മള് തോട്ട് അങ്ങോട്ട് പോകും. കുറെ നമ്മൾ മറ്റുള്ള ചിന്തകളിലേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു കാര്യം എപ്പോഴും എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ മൈൻഡിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് അത് വെച്ചാൽ ഗ്രാജുവലി ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഗ്രാജുവലി ഒറ്റയടിക്ക് അല്ലെങ്കിലും ഇത് ആ കുറെ ദിവസങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മളെ മൈൻഡിൽ ഇതിങ്ങനെ സെറ്റ് ആവുന്നുണ്ട്. അതെ, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവത്തില്ല. അത് ഏതും ഗ്രാജുവലായ, യാതൊരു സംശയമില്ല. ഇന്ന് ഇത്രയും കേട്ടല്ലോ, എനിക്ക് നാളെ തൊട്ട് ഞാനങ്ങ് അങ്ങനെ ആകാനൊക്കത്തില്ല തീർച്ചയായിട്ടും. പക്ഷേ ഇതിന് നമുക്ക് വ്യത്യാസങ്ങൾ നമ്മൾ തന്നെ നമുക്ക് കണ്ടുകൊടുക്കണം, നമ്മളിതിനെ ശരിക്കും ഉൾക്കൊണ്ടാൽ. ഇപ്പം ഞാൻ വേറെ കാര്യം പറയാം. ഈശ്വരാർപ്പണമായി ചെയ്യുമെന്ന് പറയുന്നു. നമ്മൾ യൂഷ്വലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ദൈവമേ ഇപ്പം ഞാൻ ഇത് ചെയ്യുവാണ്, നല്ലതായിട്ട് വരണേ, നമുക്ക് ഈശ്വര അർപ്പണം അതല്ല ഈശ്വരാർപ്പണം. ഞാൻ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നേ? നമ്മളൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നീ ഇന്നലെ നടന്നോ അല്ലെങ്കിൽ പാസ്റ്റിൽ നേരത്തെ നടന്ന പല കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നു, പലതും ഇങ്ങനെ ഓരോ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യും. അല്ലെങ്കിലോ ഇപ്പോൾ നാളെ എന്തോ ചെയ്യും, നാളെ അവരെന്തോ പറയും, അല്ലെങ്കിൽ അവരെന്തോ ധരിക്കും. നമ്മൾ ഇങ്ങനെ ഫ്യൂച്ചറിലോട്ട് നോക്കി, ഫ്യൂച്ചറിലെ സാഹചര്യങ്ങളായാലും വ്യക്തികളായാലും ഒന്നീ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പ്രസന്റ് പോയിക്കൊണ്ടിരിക്കും. മൊമെന്റിനെ പറ്റി തിങ്ക് ചെയ്ത ഒരു കാര്യങ്ങളും പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. ചെയ്യാറില്ല. അത് ആ പ്രസന്റ് മൊമെന്റില്ല. പ്രസന്റിലോട്ട് മനസ്സിനെ നിർത്തുക എന്നുള്ളതാണ് ഈശ്വരാർപ്പണം. അല്ലാതെ ഈശ്വര ഈശ്വര ചെയ്തു ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വര ഈശ്വര എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു, അതല്ല ഈശ്വരാർപ്പണം. ഞാൻ ആ എന്നിലെ ചൈതന്യം കൊണ്ടാണ് എനിക്ക് ഞാൻ പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും പോകാതിരുന്നാൽ എനിക്ക് 100% പ്രസന്റിൽ എനിക്ക് എൻ്റെ വർക്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഇടാൻ പറ്റും. അത് ഈ ഈശ്വര ചൈതന്യത്തിലാണ്, ഈ വിവേകത്തിലാണ്, ഈ ചൈതന്യമാണ് എന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ആ, എന്റെ ബുദ്ധി. എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈശ്വര എന്നൊരു ചിന്ത വരുമ്പോ തന്നെ നമ്മൾ പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും പുറകോട്ട് വരും. നമ്മളിൽ തന്നെ വരും. ആ ഈശ്വര എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങും, ആ ഒരു ചിന്തയിൽ നിന്നും. അപ്പൊ നമ്മളിലോട്ട് തന്നെ വരാനുള്ള ഒരു ടെൻഡൻസി ആകുമ്പോ വരും. എന്നുവെച്ചാ ഓരോ തവണ അങ്ങനെ ഒരു ചിന്ത കിടക്കുമ്പോ പോയാ കട്ടായി. മുമ്പേ നീ പറഞ്ഞില്ലയോ നമ്മളെ ഒത്തിരി കുറെ ജന്മം കഴിഞ്ഞ മനുഷ്യജന്മം കിട്ടുന്നതെന്ന്. അതെ, അതെങ്ങനെ നമ്മൾ അറിയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനിച്ചപ്പോ തന്നെ ഈ ജന്മം തന്നെ ഞാൻ എത്രയോ ശരീരങ്ങൾ വിട്ടു. അതെങ്ങനെ നമ്മൾ അറിയും? പറഞ്ഞോണ്ടിരിക്കില്ലേ, ആ കൊച്ചിലത്തെ ശരീരം ഉണ്ടോ ഇപ്പം? 10 വയസ്സുള്ളപ്പോ ശരീരം ആ ഉണ്ടോ കൂടെ ആ ഇപ്പം? 20 വയസ്സുള്ളപ്പോ ആ ശരീരം അതെ ഉണ്ടോ ഇപ്പൊ കൂടെ? ഇപ്പൊ ഞാനിപ്പോ ആ പ്രായം ചെന്ന് ഇനിയും ഈ മരണം എനിക്ക് മരണമല്ല. ഞാൻ വേറെ ശരീരം, ഈ സഞ്ചിത കർമ്മം നിൽക്കുവാണ്. അതേസമയം ഈ ജന്മത്തിൽ ഇതെല്ലാം ഞാൻ നിർമ്മാണം ചെയ്താൽ എനിക്ക് ഈശ്വരനാകാം, പിന്നെ ജന്മമില്ല. അത് ഈ കർമ്മഫലം ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ അടുത്ത ജന്മം എടുക്കും. അപ്പൊ ഞാൻ അടുത്ത ജന്മം അല്ലാതെ എനിക്ക് മരണമില്ല. അതാണ് നമ്മൾ എനിക്ക് ലയനമേ ഉള്ളൂ, ഈശ്വരനുമായിട്ട് ലയിക്കണം. അതുവരെ ഞാൻ പല പല ശരീരത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ലയനമേ ഉള്ളൂ. ശരീരത്തിനാണ് മരണം, ജനിച്ചത് മരിക്കും. ഇതാണ് സത്യം. ഈ സത്യങ്ങളെ നമ്മൾ